നല്ല നാളേക്ക് ഇന്നലകൾ മറന്ന് ഇടലിത്തട്ടും കുത്തുവടത്തിനും ഒരു വോട്ട്. നമ്മുടെ സ്ഥാനാർത്ഥി ഒന്ന് പോടാ, ഈ വീട്ടിലൂടെ കയറിയിട്ട് നീ പെടുത്താ അവന്റെ ഒരു മൂത്രമൊഴിപ്പ്. ചേച്ചി മോനെ അമ്മയില്ലടാ, ഒന്ന് വിളിക്കാവോ? എന്താ മോനെ? ആ ചേച്ചി, കഴിഞ്ഞ തവണത്തെ പോലെ എനിക്ക് തന്നെയല്ലേ വോട്ട്? കഴിഞ്ഞ തവണ നീ ഇതൊക്കെ പറഞ്ഞല്ലേ പ്രിൻസെ വോട്ട് വാങ്ങിയത്? എന്നിട്ട് എവിടെ? നല്ല കാലം ഒന്നും വന്നില്ലല്ലോ. അത് പിന്നെ ചേച്ചി, കഴിഞ്ഞ 5 വർഷം ഞാൻ ഈ പഞ്ചായത്തിന് വേണ്ടി അഘോരാത്രം പ്ലാൻ ചെയ്യുമായിരുന്നു. ഇനി വരുന്ന 5 വർഷം കൊണ്ട് വേണം എനിക്ക് ആ പ്ലാൻ മുഴുവൻ നടപ്പിലാക്കാൻ. എന്തായാലും മഴ വരുന്നു, അങ്ങോട്ട് കയറുന്നില്ലേ? നിന്റെ ഈ വക പ്ലാനിങ് ഒന്നും നടക്കത്തില്ല പ്രിൻസെ. കഴിഞ്ഞ തവണ പഞ്ചായത്ത് റോഡിന്റെ കുഴി അടയ്ക്കാൻ ടാറിങ് എന്നൊക്കെ പറഞ്ഞിട്ട് എവിടെ? ഇതുവരെ ഒന്നും നടന്നില്ലല്ലോ. അയ്യോ, ചേച്ചി അതിനെ കുറിച്ച് അറിഞ്ഞില്ല. ചേച്ചി ഈ റോഡിലെ കുഴികൾ അടയ്ക്കാൻ വേണ്ടി ഞാൻ സർക്കാരിനെ സമീപിച്ചതാ, അറിയോ? അപ്പൊ ദാ അടക്കുന്നത് 2 പദ്ധതി. ഒന്ന് റോഡിലെ കുഴികൾ അടയ്ക്കാനും മറ്റൊന്ന് മഴക്കുഴികൾ കുഴിക്കാൻ. പിന്നെ ഞങ്ങളൊന്നും നോക്കിയില്ല, ആരെയും ശല്യപ്പെടുത്തിയതുമില്ല. പാതിരാത്രിക്ക് അങ്ങ് ഇറങ്ങി കുഴികളെല്ലാം തോണ്ടി വലുതാക്കി. അതുകൊണ്ട് എന്താ ഇപ്പൊ കിരട്ടി നിറച്ചും വെള്ളമല്ലേ? എടാ മഹാഭാവികളെ, എന്നാലേ ഈ വർഷത്തെ വോട്ടേ കുഴി പോയെന്ന് അങ്ങ് വിചാരിച്ചാ മതി. നീയൊക്കെ ചെവി നുള്ളിക്കും. ചേച്ചിയുടെ ചെടി മുള്ളാൻ ചേച്ചി. അങ്ങനെ പറയല്ലേ മുയലിന്റെ മുഖമുള്ള രമണി ചേച്ചി. ഞാൻ നിങ്ങളുടെ ഒരു സേവകനല്ലേ ചേച്ചി? ചേച്ചി ആ പറഞ്ഞ ഒട്ടും ശരിയല്ല. കഴിഞ്ഞ മഴയ്ക്ക് കനാല് നിറഞ്ഞ വെള്ളം മുങ്ങിയപ്പോഴേ രക്ഷിക്കാൻ ബോട്ട് കേട്ടോ ഒന്ന് പ്രിൻസാ. അതൊരു സേവനല്ലേ ചേച്ചി? ശരി, എല്ലാം പോട്ടെ. സ്കൂളിലേക്കുള്ള പാലം കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് എന്തുവായി? അത് പിന്നെ ചേച്ചി, സ്കൂള് വേറെ ഡിവിഷൻ അല്ലേ, പാലം വേറെ ഡിവിഷൻ അല്ലേ? ഇപ്പൊ ഡിവിഷൻ മാറിയതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റാതായി പോയി. ഞാൻ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന കാലത്തെ ഡിവിഷൻ ഇച്ചിരി മോശമാണ്. അതുകൊണ്ടെന്താ ഇപ്പം ഞാൻ കഴിഞ്ഞ 5 വർഷം കൊണ്ട് അതിന് വേണ്ട എല്ലാ പ്ലാനുകളും ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഈ വരുന്ന 5 വർഷത്തിനുള്ളിൽ ഞാൻ എല്ലാ പ്ലാനുകളും തയ്യാറാക്കി ചെയ്തിരിക്കും. ഇത് സത്യം. പോയി ചേട്ടാ, അമ്മ പോയി. വേണമെങ്കിലേ ഞാൻ വോട്ട് ചെയ്യാം. എനിക്കൊരു ഫോൺ വാങ്ങിച്ചാ ഷോപ്പിൽ വിളിക്കാം. നീ അടുത്ത് വന്നേ. എത്ര വയസ്സായി? എനിക്ക് 16. 18 വയസ്സാണോ വോട്ട് ചെയ്യണം? പോയവിളി. എന്തിനാണ് ചേട്ടാ വോട്ട് ചെയ്തിട്ട്? നിങ്ങളെ പോലുള്ള മണ്ടന്മാരെ ജയിപ്പിക്കാനോ? അതിലും നല്ലത് വോട്ട് ചെയ്യാതിരിക്കുന്ന. അല്ല പിന്നെ ചേട്ടാ, എപ്പ വന്നതാ? രാത്രിയല്ല, വീട്ടിൽ പോകൂടെ? ചേട്ടാ ഒന്ന് മാറി. ചേച്ചിയെ 3 ചിക്കൻ ബിരിയാണി, 1 കബാബ്. എത്രയാ മോനെ? 680. പ്രിൻസേ, 650 അങ്ങ് കൊടുത്തേ. ചേച്ചി വോട്ട് എനിക്ക് ചെയ്യുമല്ലോ അല്ലേ? നീ പൈസ കൊടുക്ക്. ചേച്ചി കൊടുത്ത് എന്റെ 650 രൂപ. ഓ, നിന്റെ 650. നിന്നെ കൊണ്ട് അങ്ങനെയെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാവട്ടെ. നീ പോവാൻ നോക്ക്, ഇല്ലെങ്കിലേ ലെഗ് പീസ് കൊണ്ട് നിന്നെ എറിയും. ചേച്ചി പിന്നെ ഒരു കാര്യം, ചേച്ചി നമുക്കിട്ട് കുത്തില്ലല്ലേ, മറ്റേ അമ്പലിനിട്ട് കുത്തല്ലേ? ഒന്നില്ലേ ചേച്ചിനെ ഞാൻ ലെഗ് പീസ് എടുത്ത് എറിഞ്ഞാൽ നല്ല വശം. അയ്യേ. പ്രിൻസ്